അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ. തിരുവനന്തപുരം 7ാം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹനാണ് ശിക്ഷ വിധിച്ചത്. വിധിയിൽ സന്തോഷമെന്ന വിനീതയുടെ കുടുംബം പ്രതികരിച്ചു. അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായ നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനി വിനീതയെ 2022 ഫെബ്രുവരി 6-നാണ് പ്രതി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാല മോഷ്ടിക്കാനാണ് തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ കൊലപ്പെടുത്തിയുള്ള കവർച്ചയ്ക്ക് ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുറ്റകരമായ വസ്തുക്കൈയേറ്റം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് 7 വർഷവും 3 മാസവും കഠിന തടവും 10,500 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. ഒന്ന്, ശിക്ഷാവിധിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ പൂർണ്ണ സംതൃപ്തിയാണ്. സീരിയൽ കില്ലറാണ്. കാര്യം പ്രതി സമൂഹത്തിനൊരു ഭീഷണിയാണ്. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ എടുത്തത്. വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ പ്രതി അർഹിക്കുന്നില്ല. കൊല്ലപ്പെട്ട വിനീതയുടെ 14ഉം 11ഉം വയസ്സുള്ള 2 കുട്ടികൾക്കും അമ്മ രാഗിണിക്കും ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയമായ അന്വേഷണമാണ് പ്രതിയെ കുടുക്കാനും തെളിവുകൾ ഹാജരാക്കാനും സഹായിച്ചത്. വിധി നല്ല വിധിയാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ബോത്ത് ഇൻവെസ്റ്റിഗേഷൻ സൈഡ് ആസ് എല്ലാ ഓഫീസേഴ്സും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ആവശ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തത്. വിനീതയിൽ നിന്നും പ്രതി കവർന്നെടുത്ത 4.5 പവൻ സ്വർണമാലയും വിനീത ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കുട്ടികൾക്ക് വിട്ടുനൽകാനും കോടതി ഉത്തരവിട്ടു. ശിക്ഷാവിധി കേൾക്കാൻ വിനീതയുടെ മാതാപിതാക്കളും വിനീതയുടെ 2 കുട്ടികളും കോടതി മുറിയിലിരുന്നു. മോളെ കൊന്നല്ലേ 2 കുഞ്ഞുങ്ങളെ അനാഥ, ഒരു കുടുംബം മൊത്തം അനാഥയായ കേസാണ്. അപ്പം ദൈവത്തോടും എല്ലാവരോടും ഞാൻ പ്രാർത്ഥിച്ചത് അവന് വധശിക്ഷ കിട്ടണമെന്ന് തന്നെ. ഇന്ന് രാവിലെ കൂടെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വധശിക്ഷ കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അവന് വേണ്ടി സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരോട് ഒരു വാക്ക് പറയണം. ഞങ്ങൾ അച്ഛനും അമ്മയും 2 അനാഥ കുഞ്ഞുങ്ങളുടെ കണ്ണീര് ചവിട്ടിക്കൊണ്ടാണ് അവനെ സംരക്ഷിക്കാൻ പോവരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇനിയും വേറെയും പെൺകുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉള്ളതാണ്. അവന് ഇനി ഈ വധശിക്ഷ തന്നെ കൊടുത്ത് അവനെ ഇതോടുകൂടി അവനെ തീർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളിക്കളഞ്ഞു. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ. പ്രതി നടത്തിയ 4 കൊലപാതകങ്ങളിൽ 3 പേരും സ്ത്രീകളായിരുന്നു. ബിരുദധാരിയായ പ്രതി ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ പണം നിക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.